നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത് അടുത്ത ഒരു ഭാവി വാഗ്ദാനം ആശാനാഥാണ്. നമുക്കറിയാം പല സമരരംഗത്തും മുൻനിരയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആശാനാഥിനെ. ഇനിയിപ്പോൾ വീണ്ടും ഒരു കുപ്പായം വിടുകയാണ്. എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. പാർട്ടി വീണ്ടും ഒരു അവസരം തന്നിരിക്കുകയാണ് ജനങ്ങളെ സേവിക്കുവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. കുറച്ച് വൈകിയിൽ മാത്രമേ ഒരു ഇതുള്ളൂ, കാരണം അത് അറിയാമല്ലോ, സാഹചര്യമൊക്കെ അറിയാമല്ലോ. എന്നാലും ഒരുപാട് സന്തോഷം. വീണ്ടും മറ്റൊരു വാർഡാണ് പുതിയതായിട്ട്, ഒരു വാർഡ് വിഭജനത്തിന് ശേഷം വന്ന പുതിയതായിട്ടുള്ളൊരു വാർഡിലാണ് അവസരം തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വിജയിക്കുവാൻ തന്നെ ശ്രമിക്കും. അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുവാൻ വേണ്ടി തന്നെ ശ്രമിക്കും. താമസിച്ചു എന്ന് പറഞ്ഞു, പക്ഷേ ആ താമസിച്ച സമയം നമ്മൾ ഓടിക്കയറും. തീർച്ചയായിട്ടും ഒരുപാട്, കാരണം നമ്മൾ ഏകദേശം, കാരണം ഞാനിപ്പോൾ മത്സരിക്കാൻ പോകുന്ന വാർഡിലെ കുറച്ച് 2 ബൂത്ത് എൻ്റെ ഒരു വാർഡിലുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും കുറച്ച് 2 ദിവസം മുമ്പ് തന്നെ നമ്മൾ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നല്ല ശുഭപ്രതീക്ഷയുണ്ട്, കാരണം ജനങ്ങളിൽ നിന്നൊക്കെ നല്ല റെസ്പോൺസാണ് വരുന്നത്. കാരണം തീർച്ചയായിട്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു കൗൺസിലർ തന്നെ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ ആളുകളുടെ ഇടയിലേക്ക് സംസാരിക്കുമ്പോഴും അവരോട് അടുത്തോട്ട് എത്തുമ്പോഴും ഒക്കെ തന്നെ അവർ പറയുന്നത് നമുക്ക് ആവശ്യം ഭാരതീയ ജനതാ പാർട്ടിയാണ്. കാരണം നിങ്ങൾ തിരുവനന്തപുരം നഗരസഭ ഭരിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളിലാണ് പ്രതീക്ഷ എന്ന് ഓരോ ആളുകളും പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്രാവശ്യം തിരുവനന്തപുരം നഗരസഭ ഞങ്ങളങ്ങ് എടുക്കും.